ഉരുകിപ്പോന്ന കോലായിൻ മൂലയിൽ കുഞ്ഞു മണ്ണെണ്ണ വിളക്കിൻ നാളവുമായി രാത്രിയുടെ അന്ത്യയാമങ്ങളിലും വഴിക്കണ്ണുമായൊരമ്മയിരിക്കുന്നു. പുലർക്കാലെ പോയ മകനെ കാത്തിരിക്കുന്നൊരമ്മയുടെ കണ്ണിൽ ഉറക്കച്ചടവല്ല ഭീതിയുടെ കടലാഴങ്ങളലടിക്കുന്നു. പ്രിയ അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് ഓരോ അമ്മയുടെയും കണ്ണുകളിൽ ലഹരിയുടെ ഭീതി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയവും അതുതന്നെ. അരങ്ങു തകർക്കുന്ന ലഹരി. അരങ്ങ് അത് ജീവിതത്തിൻ്റെ ഒരു വേദിയാണ്. ആ വേദിയിൽ നാം ഓരോരുത്തരും നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നമ്മുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അഭിമാനമായി തീരാനും ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് അതേ അരങ്ങ് തകർത്തു മാറ്റുന്ന ഒരു അന്ധകാരമാണ് ലഹരി. അതൊരു വാക്ക് മാത്രമല്ല, അതൊരു വിപത്താണ്, ഒരു അടിമത്തമാണ്, ഒരു സ്വപ്നഭംഗമാണ്, മൗനമായ ഒരു കൊലയാളിയാണ്. മദ്യമോ സിഗരറ്റോ മയക്കുമരുന്നോ ഒരിക്കൽ ആസ്വാദത്തിനായി ഉപയോഗിച്ചാൽ പിന്നെ അതിൻ്റെ പിടിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാകില്ല. അതിൻ്റെ പിടിയിലാവുന്നതോടെ പലരുടെയും ജീവിതം അശാന്തിയിലാവുന്നു. ഒരു മകൻ ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു അമ്മയുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. ഒരു ഭർത്താവ് ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നു. ഒരു യുവാവ് ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവിയെ തന്നെ അത് ബാധിക്കുന്നു. ഇന്നത്തെ ലോകത്ത് ലഹരി വ്യാപനം വളരെ കൃത്യമായാണ് ആസൂത്രണം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ, പാർട്ടികൾ, കലാകായിക മേളകൾ എന്നീ എല്ലായിടത്തും ഇതിൻ്റെ ചതിക്കുഴികൾ പരന്നു കിടക്കുന്നു. അത് നമ്മുടെ ഭാവി തലമുറയെ ലക്ഷ്യമിടുന്നു. പണ്ടുകാലത്ത് പുകയില ഉൽപ്പന്നങ്ങളും മദ്യവുമായിരുന്നു ലഹരിയുടെ മാർഗമെങ്കിൽ ഇന്ന് MDMA പോലുള്ള അതിമാരകമായ സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗം യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ വാരം ബ്ലൂടൂത്തിങ് എന്ന ലഹരി ഉപയോഗ രീതി കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ലഹരി ഉപയോഗിച്ചതിന് ശേഷം രക്തം കുത്തിയെടുത്ത് കൈമാറുന്ന രീതിയാണിത്. ഇത് എയ്ഡ്സ് പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ലഹരിക്കെതിരെ നമുക്ക് ജാഗ്രതയും ബോധവൽക്കരണവും അത്യാവശ്യമാണ്. സ്കൂളുകളും കോളേജുകളും ബോധവൽക്കരണത്തിനുള്ള വേദികളാകണം. ലഹരിക്ക് അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനും ലഹരിയുടെ വ്യാപനം തടയുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നശാമുക്ത് ഭാരത് അഭിയാൻ, ബോധപൂർണിമ, യോദ്ധാവ് എന്നിവ ഈ പദ്ധതികൾക്ക് ഉദാഹരണങ്ങളാണ്. പോലീസും എക്സൈസ് വകുപ്പും ലഹരിക്കെതിരെ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് സദാ ജാഗരൂകരായിരിക്കുന്നു. ലഹരി തോൽപ്പിക്കാൻ കഴിയാത്തൊരു ശത്രുവല്ല, അതിനെ തോൽപ്പിക്കാനുള്ള ശക്തി നമ്മളിൽ തന്നെയുണ്ട്. ശക്തമായ മനസ്സും വ്യക്തമായ ലക്ഷ്യവുമാണ് അതിനുള്ള പ്രതിരോധം. ഈ മാരക ലഹരിക്ക് പകരം നമുക്ക് നന്മയുടെ ലഹരി വളർത്താം. കായികത്തിൻ്റെയും കലയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ലഹരി വളർത്താം. ആദ്യം ചൊല്ലിയ കവിതയുടെ അവസാന വരികൾ ഞാനിവിടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. കരളുകത്തി മരിക്കുവാൻ മാത്രമായി ജന്മം നൽകിയ പുത്രാ നീ ഓർക്കുക, നൈമിഷികങ്ങളാൽ സുഖങ്ങൾ ഓർത്തു നീ നഷ്ടമാക്കുന്നു നല്ല ജന്മങ്ങൾ. അതേ സുഹൃത്തുക്കളെ, നിമിഷ നേരത്തേക്കുള്ള സുഖങ്ങൾക്ക് വേണ്ടി നഷ്ടമാക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിന് അരങ്ങ് തകർക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ലഹരി നമ്മെ അടിമയാക്കുന്നതിന് മുമ്പ് നമുക്കതിനെ ജയിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.